ഒരു സർജൻ കൊടുത്ത ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒറ്റക്കൈനായിട്ടുള്ള വികലാംഗനായിട്ടുള്ള ഭിക്ഷക്കാരനായിട്ടുള്ള പിൽക്കാലത്ത് കോടീശ്വരനായി മാറിയിട്ടുള്ള ഈ നായിന്റെ മുൻ പലതന്തയ്ക്ക് പിറന്നവന് ഈ കാര്യങ്ങളെല്ലാം, അതായത് രണ്ട് കൈകളും രണ്ട് കാലുകളുമുള്ള ഒരു ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒറ്റക്കൈയുള്ള ഗോവിന്ദചാമി ചെയ്യുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞതിന്റെ പേരിലാണ് ഈ ഗോവിന്ദചാമിയിലേക്ക് സംശയത്തിന്റെ നിഴലിൽ നിന്നുള്ളത് മാറിയിട്ട് ഗോവിന്ദചാമി തന്നെയാണ് കൃത്യം നിർവഹിച്ചതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പോലീസുകാരെ സഹായിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. ആ ഒരു ന്യൂസ് ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ PV അൻവർ ഈ കാര്യങ്ങളെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നത് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമുക്ക് ആർക്കും അത്ര വ്യക്തമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ആർക്കും അത്ര താല്പര്യമുള്ളതായിരിക്കില്ല. എന്തൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു PV അൻവറിനെയാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ UDF LDF എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന പാർട്ടി, UDF എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം, ഈ പ്രതിപക്ഷത്തിലുള്ള ആളുകൾ കമാന്ന് രക്ഷ മിണ്ടുന്ന ഞാൻ കണ്ടിട്ടില്ല. ഈ വലതുപക്ഷ പാർട്ടിയിൽ, അതായത് UDF പുതിയ ബ്ലഡ് ആയിട്ടുള്ള പുതിയ കുറേ നേതാക്കന്മാരുണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്, അല്ലെ? രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ കുറേ പേരെ കണ്ടതാണ്. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ രമേശ് ചെന്നിത്തല